Hallelujah, hallelujah. Praise the Lord, hallelujah, hallelujah. Praise you, Jesus. Thank you, Jesus. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, hallelujah. The Lord has spoken to his people, hallelujah. And his words are words of wisdom, hallelujah. Yes, ഇരിക്കാം. ഇനി ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സ് വന്ന് ഷെയർ ചെയ്യണം. ഈ ഷെയറിംഗ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊസീജിയറിൻ്റെ ഒരു കാര്യം നമ്മൾ ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ, ഓരോന്ന് കേൾക്കുമ്പോൾ അത് നിങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയ വലിയ സന്ദേശമാണെന്ന് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഇതിൻ്റെ ആക്ടിവേഷൻ കൂടുതൽ കൂടുതൽ വരികയാണ് ചെയ്യണത് കേട്ടോ. പരിശുദ്ധാത്മാവ് അതാണ് നമ്മളെ. ഇനി ഇതിന് ശേഷം നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഈ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ പറയാം. അത് നമുക്ക് നോക്കാം, നമ്മളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ വരദാനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ആ വരദാനങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ ഉണ്ട്. ഇത് 3 ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഇതേവരെ ഒന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി അടുത്തതൊരെണ്ണം കൂടുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. എനിക്കറിയില്ല, കാരണം ഇത് അത്രയ്ക്ക് വിശാലമായ ഒരു സബ്ജക്റ്റാണ്. ഇപ്പം നമ്മൾ ജർമ്മനിയിൽ നടത്തുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓൺലി ഓൺ പ്രോഫസി. ഇപ്പം എത്ര എണ്ണം നമ്മൾ ജർമ്മനിയിൽ നടത്തി? ഷെലി ഒരു 8 എണ്ണം നടത്തിയിട്ടുണ്ടെന്നല്ലേ? 8 എണ്ണത്തിലും പങ്കെടുത്ത ആൾക്കാരുണ്ട്. അവർ ഓരോന്നിനും ഭയങ്കര ആവേശത്തോടു കൂടിയാണ് വരണത്. ഓരോന്നും പങ്കെടുക്കുമ്പോൾ അവരിൽ ഈ വരങ്ങളുടെ കൂടുതൽ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കൂടി വരികയാണ്. ഇതാണ് നമ്മുടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മളൊക്കെ കരിസ്മാറ്റിക് ധ്യാനം കൂടി, വലിയ ആവേശത്തിൽ കൂടി. അത് കഴിഞ്ഞ് 5 വർഷത്തേക്ക് ഒരു ധ്യാനവുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പോ ഒന്നുമില്ല. അതവിടെ അങ്ങനെ കിടക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു 3-4 മാസത്തിൽ അല്ലെങ്കിൽ 4-5 മാസത്തിൽ വീണ്ടും ഇങ്ങനെ കുറച്ച് പേരെ വെച്ച് ഇങ്ങനെ വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ പ്രാവശ്യം, ഇപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞതനുസരിച്ച് നമ്മൾ കുറേ നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ വളരെ ഒരു വളർച്ച കാണും. ഇത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വളർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ കയറണം. ഞാൻ എൻ്റെ ദൈവം തന്ന ഒരു അനുഗ്രഹം, 35 വർഷമായിട്ട് എല്ലാ ദിവസവും ഈ പരിപാടി തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം. ഓരോ രാജ്യത്തും ഓരോ ആഴ്ചയിലും ഓരോ രാജ്യത്താണ് ഞാൻ. ഇപ്പം ഇവിടുന്ന് മറ്റന്നാൾ ഈ പ്രോഗ്രാം കഴിയാൻ കാത്തിരിക്കുകയാണ്. ഉടനെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് നീങ്ങുന്നു. പിന്നെ ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, ലിത്വേനിയ, ജർമ്മനി, ഇങ്ങനെ കറക്കമാണ്. അയർലൻഡിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര ആവേശത്തോടെയാണ് അവരിൽ ഈ വരങ്ങളെല്ലാം ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. മാത്രമല്ല വലിയ ശുശ്രൂഷകൾ, പ്രവചനം, ഇപ്പം നിങ്ങളിൽ തന്നെ ഒരുപാട് പ്രവചനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആ പ്രവചനങ്ങൾ ഇപ്പോൾ ആർക്കാണ് സങ്കീർത്തനത്തെക്കുറിച്ചോ കിട്ടിയ സങ്കീർത്തനം? അതെ, സങ്കീർത്തനങ്ങൾ വെച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം മാർട്ടിൻ. അപ്പം ഇതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കാനേ സങ്കീർത്തനങ്ങൾ 150 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓൾറെഡി റെഡിയാണ് ഇവിടെ. ചേട്ടനും കൂടി പാടിയാൽ മതി.
ഇത് കുടുംബപരമായിട്ടുള്ളൊരു ക്യാരിസമാണ്. എന്ത് പറഞ്ഞു, തലമുറയായിട്ട് ചേട്ടനും അനുജനും മക്കളും എല്ലാവരും കൂടി സ്റ്റേജിലൊരു ഓർക്കസ്ട്ര നടത്താനാണ് ഈ സന്ദേശം കിട്ടിയത്. ഓർക്കസ്ട്ര സങ്കീർത്തനങ്ങൾ പാടി, ഓർക്കസ്ട്രയും കിട്ടിയില്ലേ. അപ്പം ഇതെല്ലാം കേട്ടിട്ട് അതൊക്കെ അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അത് ഈ സങ്കീർത്തനത്തിൻ്റെ കാര്യം തന്നെ ഒരു കാലത്ത് ഞാൻ കുറേ പാട്ടൊക്കെ എഴുതിയായിരുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവ് കുരിശിൽ നിന്ന് ഞാൻ ശുദ്ധീകരിച്ചിരുന്നേ, വിശുദ്ധി വിശുദ്ധി, ഇതൊക്കെ അന്നത്തെ ആ വിശുദ്ധി കാസറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ വിൽപ്പനയായിരുന്നു അത്. ഒരു കാലത്ത് ബ്ലാക്കിൽ അങ്ങനെ കുറേ കാസറ്റുകൾ പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു സെറ്റ് പാട്ട് എഴുതാനായിട്ട് ഇരിക്കുകയാണ്. കാസറ്റ് ആളുകൾ പറയാൻ കാസറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഒരാഗ്രഹം ഇത് ശുശ്രൂഷയിലും എടുക്കാം, ഇത് ആളുകൾ പാടി ഭയങ്കര ജ്വലനം, വലിയ പേര്, കാസറ്റ് വിൽക്കണം. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ ഇനി പാട്ടൊന്നും എഴുതണ്ടെന്ന്. അത് കേട്ടിട്ടുണ്ടായ ഒരു ഷോക്ക്. ഇതാണ് ശബ്ദം കേട്ടാലുള്ള ഒരു അവസ്ഥ. ഒരു സംശയമില്ല നമുക്ക് കർത്താവാണ് പറഞ്ഞെന്നുള്ളത്, ഒരു സംശയമില്ല. എൻ്റെ കർത്താവ്, ഈ പാട്ടുകൾ എന്തോരം ആളുകൾക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഉടനെ പുസ്തകം അടച്ചു വെച്ചു, പേനയും മാറ്റി വെച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പറയാണേ, ഞാൻ 150 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതെന്താ നീ പാടാത്തേ? ഞാൻ 150 പാട്ടുകളെ ഞാൻ എഴുതി പാടിയിട്ടുണ്ട്, ഞാൻ തന്നെ പാടിയ പാട്ടുകളാണ്, അതെന്താ പാടാത്തത്? ഞാനത് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും പശ്ചാത്താപത്തിൻ്റെ അങ്ങേയറ്റം വന്നിട്ട് ഞാനങ്ങ് സാഷ്ടാംഗം വീണ് കർത്താവിനോട് മാപ്പ് ചോദിച്ചു. നമ്മളങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല, ഈ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ നയിക്കാനോ ശുശ്രൂഷയിൽ പാടാനോ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളെഴുതിയ പാട്ടുകൾ അങ്ങനെ പാടി പാടി ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ പാട്ടുകൾ. അത് കഴിഞ്ഞിട്ടാണ് ഒരു വലിയ ശുശ്രൂഷ തുറന്നത് കണ്ടോ. 150 സങ്കീർത്തനത്തിനും ട്യൂൺ കൊടുത്ത് അത് നവോദയ ജിജോ പോലെയുള്ള ലോകപ്രസിദ്ധ സിനിമാ ശുശ്രൂഷകർ രാവും പകലും ഇരുന്ന് ഞങ്ങളതിനു വേണ്ടി ഒരു സ്റ്റുഡിയോ തന്നെ ഉണ്ടാക്കി. അങ്ങനെ 150 എണ്ണത്തിനും അത് വലിയ ഭാഗവതന്മാരെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞ് അത് അങ്ങനെ കുറച്ച് മാറ്റം വരുത്താണ്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാറ്റം വരുത്താൻ പാടില്ലെന്ന് കർത്താവ് പറയണേ. അങ്ങനെ 150 സങ്കീർത്തനങ്ങളും മനോഹരമായ ട്യൂൺ ചെയ്ത്. ഷാജി ഒന്ന് തരണം പാടിയല്ലോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇത് കേട്ടോ നിങ്ങളത്, ഇത് കേക്ക്. ഏത് പാടണമെന്ന് പറഞ്ഞാൽ മതി. 150 എണ്ണത്തിൽ ഏത് പാടണമെന്ന് പറയാം. 61 പാടിക്കോ. വാ വാ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ആ ബ്ലാക്ക് ഒന്ന് പകുതിയാണ്. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അങ്ങാടിൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം.
അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, അങ്ങെൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്കു നൽകി. രാജാവിനു ദീർഘായുസ്സു നൽകണമേ. അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിലവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്ത് സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. Praise the Lord. ഇതിൻ്റെ മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു രഹസ്യം മനസ്സിലാവുന്നത്. ഈശോയും മാതാവും കുഞ്ഞുനാൾ മുതൽ എന്നും 7 പ്രാവശ്യം എങ്കിലും യാമപ്രാർത്ഥന ചെയ്തിരുന്നു. അതായിരുന്നു അന്നത്തെ ചട്ടം. 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുക. അതെല്ലാം ഈ സങ്കീർത്തനങ്ങളാണ് പാടിയിരുന്നത്. അതാണ് ഇന്ന് നമ്മൾ സീറോ മലബാറിൻ്റെ യാമപ്രാർത്ഥനയിൽ കണ്ട 7 യാമങ്ങളുടെ പ്രാർത്ഥന. ഇത് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത് സങ്കീർത്തനം 119, 164, 119, 164 അതിൽ പറയുന്നതാണ്. 119, 164 അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. മനസ്സിലായോ? നമ്മൾ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുന്നുണ്ട്, യേശുവിൻ്റെ ശിഷ്യരാണെന്നും പറയുന്നുണ്ട്. എന്നാൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. 7 യാമങ്ങളിൽ സങ്കീർത്തനങ്ങൾ, ഓരോ യാമത്തിനും പ്രത്യേക സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അന്നേ മുതൽ തന്നെ നിത്യപുരോഹിതനായ ഈശോ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം. നമ്മൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണേ. മാത്രമല്ല, അപ്പോൾ ഇത് യേശുവിൻ്റെ പ്രാർത്ഥന എന്നത് മാത്രമല്ല, യേശുവിനെ കുറിച്ച് തന്നെയുള്ള രഹസ്യങ്ങളാണിത് മുഴുവനും. ഇപ്പോൾ ഈ 61-ാം സങ്കീർത്തനത്തിൽ തന്നെ അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങാണെൻ്റെ സുശക്ത ഗോപുരം. ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണത്. അതാണ് ഇപ്പോൾ ഇവിടെ പലർക്കും ഒരു ഗാനശകലമായിട്ട് സന്ദേശം കിട്ടിയില്ലേ? അത് ഈ സങ്കീർത്തനങ്ങളെല്ലാം പ്രവചനമാണ്. ദാവീദ് ഇത് നമ്മൾ ഗദ്യരൂപത്തിലുള്ള
പ്രവചനമല്ല, സങ്കീർത്തന രൂപത്തിൽ. അതിന് ഒരു ഗാനം എന്നും പറയാൻ പറ്റില്ല, ഗദ്യം പറയാൻ പറ്റില്ല. സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു ഭാഷാ ശൈലിയാണ്. അതുപോലെ ഒരു ശൈലി ലോകത്തിൽ വേറെ ഒരു ലിറ്ററേച്ചറിലും ഉണ്ടായിട്ടില്ല. ചില കോൺഗ്രിഗേഷനുകളുണ്ട്, അവരുടെ അപ്പോസ്റ്റലേറ്റ് 150 സങ്കീർത്തനത്തെയും ആ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ആലപിക്കുക. അതാണ് അവരുടെ അപ്പോസ്റ്റലേറ്റ്. ഒരു ദിവസം ഫുൾ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ആലപിക്കുക. അപ്പം അതിൽ ഈ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാനസാന്തരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സന്യാസ സഭ ആരംഭിച്ചു. അതാണ് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ. അദ്ദേഹം ഈസ്റ്റേൺ സന്യാസ സമൂഹത്തിലെ വിശുദ്ധ ഈജിപ്തിലെ അന്തോണിയുടെ ആ സന്യാസ കോപ്പി അടിച്ചുകൊണ്ട് അതുപോലെ സന്യാസം. അദ്ദേഹമാണ് ഈ 150 സങ്കീർത്തനത്തെയും ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനം നൽകിയിട്ട് അതിനെ അപഗ്രഥിച്ചിട്ടുള്ള സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വാസ്തവത്തിൽ അഗസ്തീനോസിൻ്റെ കൃതികളിൽ ഏറ്റവും അഗ്രാഹ്യമായ കൃതി ഇതാണ്. മറ്റു പല കൃതികൾക്കാണ് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളത്, പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൃതി ഈ 150 സങ്കീർത്തനത്തിൻ്റെയും ഇൻ്റർപ്രിറ്റേഷൻ. അത് ആമസോണിൽ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് PDF ആയിട്ടും കിട്ടും. അതിൻ്റെ മലയാളത്തിൽ അത് ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇൻ ദ പ്രോസസ്. ആ പ്രബോധനത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് മലയാളത്തിൽ ഞാനൊരു കുറച്ച് വീഡിയോകൾ 45-50ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 50 വീഡിയോ ഉണ്ടാക്കിയിട്ട് ആകെ 4 സങ്കീർത്തനം കവർ ചെയ്തിട്ടുള്ളൂ. സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ അതിനകത്തുള്ള ക്രിസ്തു വിജ്ഞാനിയും പഠിച്ചിട്ട് അത് പാടി അതിൽ ലയിച്ച്, ഉദാഹരണത്തിന് രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. ആരാണത്? നട്ടതും 1-ാം സങ്കീർത്തനം. യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. കണ്ടോ, 1-ാം സങ്കീർത്തനം. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനത്തിൽ തന്നെ ആദവും ക്രിസ്തുവും ഉണ്ട്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ ചെയ്യുക, സഹരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പൊ ചെയ്തവൻ ആരാ? അതാണ് ആദം. ചെയ്യാത്തവൻ ക്രിസ്തു. അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ 1-ാം സങ്കീർത്തനം തന്നെ 2 മാർഗങ്ങൾ എന്നാണ് അതിൻ്റെ ശീർഷകം കൊടുത്തത്. 2 മാർഗങ്ങൾ. അപ്പോൾ ആദവും ക്രിസ്തുവും. ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്? രാവും പകലും അവൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെ കുറിച്ചു ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവന്റെ ജീവിതം എന്തായിരിക്കും? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: വാട്ട്
whatever he does will prosper. അവൻ എന്ത് ചെയ്താലും അത് സഫലമാകും. അവൻ എന്ത് ചെയ്താലും അത് സഫലമാകുമെന്ന് പറയണത് ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അവസാനം ആ പുനരുത്ഥാനമായിരിക്കും അവൻ്റെ അവസ്ഥ. അപ്പോൾ നീർച്ചാലിനരിയെ നട്ട വൃക്ഷം പോലെ എപ്പോഴും ആ ജലം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ നിന്നും ഈ വൃക്ഷം വളർന്ന് എപ്പോഴും പച്ചയായിരിക്കും, കൃത്യസമയത്ത് ഫലം തരുന്നൊരു വൃക്ഷം. അതാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ അതിനെന്ത് വേണം? രാവും പകലും ഈ വചനം ധ്യാനിക്കണം. അപ്പോൾ 7 യാമങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പലതരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രാവും പകലും നമ്മൾ എപ്പോഴും ഈ വചനമാണ് ചിന്തയിൽ വരുന്നത്. ഇപ്പം ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ 3 ബൈബിളും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോണത്. ഇപ്പം അതിൻ്റെ കൂടെ കാറ്റക്കിസം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. അപ്പം തന്നെ എന്തോരോ ഹൈ ബാഗേജ്. എന്നിട്ട് രാത്രിയും പകലും ഒക്കെ നടക്കണോടത്തും പോണോടത്തും ഒക്കെ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും വിജയിക്കുകയാണ്. ശരിക്കും പറയാണ്, എനിക്ക് പരാജയം എന്നൊന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ആ വചനത്തിലാണ് നിൽക്കണേ. ഏത് വചനത്തിൽ? രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. അവൻ്റെ ജീവിതം എന്തായിരിക്കും? അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ജ്വലനവും ഫലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്ര മതി നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഇത്ര ചെയ്യാൻ മതി. ആക്ച്വലി നമ്മുടെ സ്ക്രിപ്ചർ സ്കൂളിൽ ഞാൻ ഇത് പഠിപ്പിക്കാനാണ്, ഇത് ഞാൻ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. സ്ക്രിപ്ചർ സ്കൂളിൻ്റെ ഈ ഒരു സങ്കീർത്തനം പഠിപ്പിച്ചു. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെയായിരുന്നു, ഈശോയുടെ പഠന ശൈലി എന്താണ്. നമ്മൾ ഈശോയിലെ 30 വയസ്സായപ്പോഴുള്ള പഠനമല്ല നമ്മൾ കാണിക്കേണ്ടത് അവരെ. ഈശോ ഒരു ഏഞ്ചൽ, ഒരു ശിശുവായിരുന്നപ്പോൾ എന്തൊക്കെ പഠിച്ചു. ഈശോ 12 വയസ്സിന് മുമ്പ് 150 സങ്കീർത്തനവും കാണാപ്പാഠം പഠിച്ചായിരുന്നു. അതുകൂടാണ്ട് തോറ കംപ്ലീറ്റ് കാണാപ്പാഠം പഠിച്ചായിരുന്നു. അപ്പം അങ്ങനെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഈ സങ്കീർത്തനങ്ങളെ ഒരുവിധം ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാം പഠിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഗാനമേള, അതിനനുസരിച്ചുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാക്കണം. ആ സങ്കീർത്തനത്തിലെ നാടകമാക്കി കാണിക്കാം, സങ്കീർത്തനത്തിലെ ഗാനമേളയാക്കി കാണിക്കാം. അതൊക്കെ ഇപ്പോൾ സന്ദേശങ്ങൾ കിട്ടിയേക്കുന്നത് പുതിയ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഇതുകളാണ്. നമ്മൾ ഓരോ പ്രോഗ്രാമിന് പല കളി തമാശകളും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ഗാനമായിട്ട് അവതരിപ്പിച്ചുകൂടാ? ഇപ്പം നമ്മളിത് പഠിപ്പിച്ചു തുടങ്ങിയ പിന്നെ പലരും എന്നോട് പറയണ്ടായി, അവർ നമ്മുടെ ഫാമിലി യൂണിറ്റിനൊക്കെ സങ്കീർത്തനങ്ങൾ പാടാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചാമ്പ്യൻസ് ആയിട്ട് അവരെ വാടകയ്ക്ക് വിളിക്കാൻ എന്നിട്ട് കൊണ്ടുപോയിട്ട് എനിവേ അപ്പോൾ ഈ മെസ്സേജുകളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിന് വില കൊടുക്കണം, അതിന് വില മതിക്കണം. ആ സന്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെ അത് ചെയ്യാം. ഇനി അത് ചെയ്യുന്നില്ലെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജും കിട്ടൂല. എന്നോടൊരാൾ ചോദിച്ചു, ബ്രദറെ ഒന്ന് ചോദിച്ചു, എന്നോട് എന്താ സംസാരിക്കാത്തേ? ചിലവർ ചോദിക്കണതാണ്. പണ്ടൊക്കെ എന്നോട് നന്നായിട്ട് സംസാരിച്ചിരുന്നു, ഇപ്പം എന്നോട് സംസാരിക്കണില്ല. ബ്രദർ ഒന്ന് ചോദിച്ചേ. ഏതായാലും ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, അവളോട് ഞാൻ ഒരുപാട് സംസാരിച്ചു, പക്ഷെ ഒന്നും അവൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി എന്തിനാ സംസാരിക്കണേ എന്ന് പറയണേ. കണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പം നമ്മളിലും ചിലവർക്ക് പണ്ടൊക്കെ നല്ല വിഷൻ കിട്ടണ്ടായിരുന്നു, ഇപ്പം കിട്ടണില്ല, അല്ലെങ്കിൽ ചിലവർക്ക് കിട്ടുന്നേ ഇല്ല. പക്ഷെ നമ്മളോട് ഭർത്താവ് സംസാരിക്കുന്നുണ്ടാകാം. നമ്മൾ കറിക്കരിയുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കാം.
എല്ലാം നമ്മളിങ്ങനെ വിചാരിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെയാണ് സംസാരിക്കണത്. ഈശോ മത്തായിനെ വിളിച്ചത് പ്രാർത്ഥിച്ചിരിക്കണ നേരത്താണോ? മത്തായി ചുങ്കസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് കർത്താവ് വന്ന് മത്തായിനെ വിളിക്കണേ. ശമരിയക്കാരി പ്രാർത്ഥിച്ചിരിക്കുന്ന നേരത്താണോ കർത്താവ് സംസാരിച്ചത്? വെള്ളം കോരാൻ മണ്ണ് കൊടുത്ത്. സീ ദ സിറ്റുവേഷൻ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഡെയിലി ജോലി സ്ഥലത്തും ജോലി ചെയ്യുന്നിടത്തും ഒക്കെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ടാകും, നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഓ, അതൊക്കെ ഇപ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റുമെന്നില്ല. നമ്മളതിന് വേണ്ട മാതിരി വില മതിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതെല്ലാം ഈ വരദാനങ്ങളിൽ വളരാൻ ആവശ്യമുള്ള ചില ചേരുവകളാണ്. നമ്മൾ വരദാനങ്ങളിൽ വളരണമെങ്കിൽ ദൈവസ്വരം കേൾക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. ഇതാണ്, എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ രാവിലെ മാത്രം എന്നോട് സംസാരിക്കണേ, നീ ഉച്ചയ്ക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് സംസാരിക്കുക, എനിക്ക് നിന്നോട് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മളോട് നേരിട്ട് അങ്ങനെ പറയുമ്പോഴാണ് ദൈവമേ, ഞാൻ ആ അവസരങ്ങളെല്ലാം പാഴാക്കിയല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് തലപോകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെല്ലാം ഉത്തരം തരുന്നു, അതിനെല്ലാം വഴി കാണിച്ചു തരുന്നു. അതാണ് ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കണം. ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പം നമുക്കിനി ആ ഗ്രൂപ്പിൻ്റെ ഷെയറിങ് വരുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളത്. യെസ്, സ്റ്റാർട്ട്. ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ 4 തുടങ്ങാം ഈ പ്രാവശ്യം. ഓക്കെ, വീട്ടിൽ നിന്ന് ട്രാക്ക് മാറ്റിയാലോ?